ചെന്നൈയിലെ EVP ഫിലിം സിറ്റിയിൽ 6000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിഗ് ബോസ് വീട് ഒരുക്കിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഒരുപാട് സർപ്രൈസുകൾ ഈ വീട്ടിലുണ്ടെന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പറയാതിരിക്കാൻ പറ്റില്ല, ഇത്തവണത്തെ ബിഗ് ബോസ് ഹൗസ് കാണാൻ അടിപൊളിയും അതുകൂടാതെ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും ഇതിനോടൊപ്പം ഉണ്ട്. ഇതിന്റെ ഡിസൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, വേറൊരു ലെവല് തന്നെയാണ് അത് ആക്ച്വലി പറയുകയാണെങ്കിൽ. ഇത്തവണത്തെ സ്റ്റോർ റൂമും അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെക്കാളും വലിപ്പം കൂടുതലാണ്. അതിലും എന്തോ സർപ്രൈസ് ഉണ്ട്. ഇത് മത്സരാർത്ഥികൾക്കുള്ള പണിയാണോ അതോ സർപ്രൈസ് ആണോ ലാലേട്ടൻ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാവർക്കും കൂടി ഒരൊറ്റ ബെഡ്റൂമാണുള്ളത്. അതും 2 കട്ടിൽ അടുപ്പിച്ചിട്ട രീതിയിൽ. അതുമാത്രമല്ല, ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ബിഗ് ബോസ് വീട് മുഴുവൻ കാണാൻ പറ്റും. അത്രയും ട്രാൻസ്പെറൻ്റ് ആണ് അത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫെഷൻ റൂമാണ്. അത് ഫുള്ളി ലൈറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺഫെഷൻ റൂമാണ്. പിന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരാർത്ഥികളുടെ ചങ്കിടിപ്പ് കൂട്ടാനുള്ള ഒരു ലൈറ്റപ്പ് പരിപാടികളാണ്. പിന്നെ അതുകൂടാതെ തന്നെ വൈബ് അടിക്കാനായിട്ട് പൂക്കളൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സെന്റർ ഓഫ് ഗാർഡനും ഇത്തവണ ബിഗ് ബോസിലുണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ റൂം കൂടി ഈ വട്ടം ഉണ്ട്, അതായത് പൗഡർ റൂം. കണ്ണാടി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് എന്താ പറയുക, ആ റൂമൊക്കെ ഒരു നമുക്ക് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് ബിഗ് ബോസ് താരങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള റൂമാണത്. പിന്നെ ഈ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയനോടൊപ്പം ഇനി ബിഗ് ബോസ് താരങ്ങൾക്കുള്ള പണിയാണോ എന്താണെന്ന് അറിയില്ല, അവിടെ നല്ലതാണോ ചീത്തയാണോ എന്നും അറിയില്ല. അവിടെ ആക്ച്വലി 2 ടോയ്ലറ്റും 2 ബാത്റൂമും ഒരു ചേഞ്ചിങ് റൂമുമാണ് മത്സരാർത്ഥികൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയാനാണെങ്കിൽ ഈ വട്ടത്തെ ജയിലിനൊരു പ്രത്യേകതയുണ്ട്. ജയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിഞ്ഞ ഷേപ്പിലാണ് ജയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ഇരിപ്പിടവും കിടക്കാനുള്ള കുഷനും എല്ലാം ഒരു ചരിഞ്ഞ ഷേപ്പിലാണ്. അതും കരുതിയിരിക്കേണ്ട ഒന്നാണ്, പണിയായിരിക്കാം. ഇനിയാണ് ഈ ബിഗ് ബോസിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് റൂം, അതായത് നമ്മുടെ സ്വന്തം പണിപ്പുര. മത്സരാർത്ഥികൾ കൊണ്ടുവരുന്ന പെട്ടികളും മറ്റ് സാധനങ്ങളും എല്ലാം ലാലേട്ടൻ ഇവിടെ മേടിച്ച് വെക്കും എന്നാണ് കേൾക്കുന്നത്. അത് അവർക്കൊരു സർപ്രൈസ് ആണോ അതോ അവർക്കൊരു പണിയാണോ എന്താണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാനേ കഴിയുള്ളൂ. പിന്നെ ഇവ തിരിച്ചു കിട്ടുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും. അതിനൊത്ത ടാസ്കുകളും ലാലേട്ടൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അതനുസരിച്ചായിരിക്കും ഇവരുടെ പെട്ടികളും പരിപാടികളൊക്കെ തിരിച്ചു കിട്ടുക. പിന്നെ മൊത്തത്തിൽ ഒരു കളർഫുൾ പരിപാടിയാണ് ഇത്തവണത്തെ ബിഗ് ബോസ്. വിശാലമായ സ്പേസുകൾ എല്ലാം സൂപ്പറായിട്ടാണ്, എന്താ പറയുക, കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്ന കാഴ്ചകൾ എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ഒരു സെറ്റപ്പാണ് ഇത്തവണ ബിഗ് ബോസിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി എത്ര പേര് 100 ദിവസം ഈ വീട്ടിലുണ്ടാവുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിലൂടെ കണ്ടു നോക്കാം.